ഹായ് ഓൾ. സോ എസിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്ന ക്ലാസ് ഇമാജിനറി നമ്പർ എന്ന് പറഞ്ഞിട്ടുള്ള സംഖ്യയാണ്. ഇമാജിനറി നമ്പർ സാങ്കല്പിക സംഖ്യ എന്നൊക്കെ പറയാറുണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടോയെന്ന് അറിയില്ല. ഐ വെച്ചിട്ട് ചേർത്ത് പറയുന്ന നമ്പറുണ്ട്. നമ്മൾ നമ്പേഴ്സിൻ്റെ സംഖ്യാ സമ്പ്രദായത്തിൽ നമ്പേഴ്സിനെ ക്ലാസിഫൈ ചെയ്യുമ്പോൾ നമ്മൾ പറയാറുള്ളതാണ് റിയൽ നമ്പറും ഇമാജിനറി നമ്പറും. സോ ഇത് ക്ലാസ് ആയിട്ട് എടുക്കേണ്ടി വരുന്നത് ബുദ്ധിമുട്ടുണ്ട്. കാരണം ഇത് PSCയിലെ ഒരേ ഒരു ചോദ്യപേപ്പറിൽ മാത്രമാണ് നിങ്ങളത് ചോദിച്ചിട്ടുള്ളൂ, ഒറ്റ ക്വസ്റ്റ്യനിൽ. അതും ഫയർമാൻ ട്രെയിനി 2022 എന്നാണ് എക്സാമിന് മാത്രമാണ് ഈ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. സോ ഇടയ്ക്ക് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ കുട്ടികൾ ചോദിക്കാറുണ്ട്, സോ ഇതൊന്നും ക്ലാസ്സിൽ എടുക്കാറില്ലല്ലോ എന്നൊരു ഒരു പരാതി പോലെ പറയാറുണ്ട്. ആദ്യം ഇമാജിനറി നമ്പർ എന്താണെന്നൊന്ന് പറയാം അല്ലേ. ഇമാജിനറി നമ്പർ, സാങ്കല്പിക നമ്പർ എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് സാങ്കല്പിക നമ്പർ ഉണ്ടാവുന്നത് നമ്മൾ റൂട്ട് കാണുമ്പോഴാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ ദ്വിമാന സമവാക്യങ്ങൾ എന്ന് പറഞ്ഞ സംഭവം എടുത്തില്ലേ നമ്മൾ. ആ ദ്വിമാന സമവാക്യങ്ങളിൽ ഒരു ഇക്വേഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, മൈനസ് ബി പ്ലസ് ഓ മൈനസ് പറഞ്ഞിട്ട് ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ അല്ലേ. ഇങ്ങനെ ഒരു ഇക്വേഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, മൈനസ് ബി പ്ലസ് ഓ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac/2a എന്ന് പറഞ്ഞിട്ട് രണ്ട് മൂല്യങ്ങൾ കണ്ടുപിടിക്കുന്ന പറഞ്ഞിരുന്നു. ഗണിത മൂല്യങ്ങൾ എന്ന് പറഞ്ഞിട്ട് റൂട്ടുകൾ കാണുന്ന പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. സോ അതിൽ നമ്മൾ പറഞ്ഞിരുന്നത്, നമ്മൾ ഡെപ്തായിട്ട് അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇവിടെ ഈ റൂട്ടിൻ്റെ ഉള്ളിലുള്ള വാല്യൂ പോസിറ്റീവ് വരുമ്പോഴും 0 വരുമ്പോഴാണ് അവിടെ എന്ത് ചെയ്യുന്നത്, അതിന് കറക്റ്റ് റിയൽ നമ്പേഴ്സ് റൂട്ടായിട്ട് വരുന്നത്. എന്നാൽ ഇവിടെ നെഗറ്റീവ് നമ്പേഴ്സ് വരുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? സ്ക്വയർ റൂട്ടിനുള്ളിൽ നെഗറ്റീവ് വന്നിട്ട് എൻ്റെ ആൻസർ എന്താ വരിക? അപ്പോൾ ഞാൻ നിങ്ങൾക്ക് 25ൻ്റെ റൂട്ട് എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് പറയാനുള്ള ആൻസർ മിക്കവാറും 5 ആയിരിക്കും, ശരിയല്ലേ? പക്ഷേ റൂട്ട് -25ൻ്റെ ആൻസർ എന്താണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അപ്പോൾ അധികം ആളുകളുടെ മനസ്സിൽ ആൻസർ വരെ എന്താണ്, -5 എന്നുള്ളതായിരിക്കും. അത് തെറ്റാണ്. കാരണം 25ൻ്റെ റൂട്ട് 5 നമ്മൾ പറയുന്നതിൻ്റെ റീസൺ എന്താ? 5ൻ്റെ സ്ക്വയർ 25 ആയതുകൊണ്ടല്ലേ അല്ലേ. സോ -25ൻ്റെ റൂട്ട് -5 ആവണമെന്നുണ്ടെങ്കിൽ -5ൻ്റെ സ്ക്വയർ എന്താവണം? 25 ആവണം, അല്ലെങ്കിൽ -25 ആവണം. പക്ഷെ അതാണോ? -5ൻ്റെ സ്ക്വയർ നമ്മൾ പഠിച്ചിട്ടുള്ളത് എങ്ങനെയാണ്? -5ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് -5 ഇൻറ്റു -5 എന്നതായതുകൊണ്ട് അല്ലേ. 5 നിങ്ങൾക്ക് 25 എന്ന് കിട്ടിയാൽ ഈ നെഗറ്റീവ് ഗുണിക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണ് ഉത്തരം കിട്ടുക? പോസിറ്റീവ് തന്നെയാണ് വരിക. സോ പോസിറ്റീവ് 25ൻ്റെ റൂട്ട് തന്നെയാണ് -5 വരുന്നത്. സോ അതുകൊണ്ട് തന്നെ കുറച്ചൊക്കെ മാത്സിൽ നന്നായിരുന്ന ആളുകൾക്ക് അറിയാം 25ൻ്റെ റൂട്ടായിട്ട് നമ്മൾ പറയാറുള്ളത് +or-5 എന്നാണ് പറയാറ്, +or-5. സോ അപ്പോൾ 25ന് രണ്ടാൾ ഉത്തരമായിട്ടുണ്ട്. 25ന് റൂട്ടായിട്ട് കാണുമ്പോൾ +5 എന്നും -5 എന്നും നമുക്ക് എന്ത് ആൻസർ പറയാറുണ്ട്. എന്നാൽ -25ന് റൂട്ട് എന്താണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? -25ന് എന്തില്ല, റൂട്ട് ശരിക്കൊരു യഥാർത്ഥ നമ്പർ, റിയൽ നമ്പർ ഇല്ല. റിയൽ നമ്പർ അല്ലാത്ത പുതിയൊരു നമ്പറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ മാത്സ്, ആ റിയൽ നമ്പർ അല്ലാത്ത സംഖ്യയെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഐ എന്ന് പറയും. ഐൻ്റെ വാല്യൂ ആയിട്ട് നമ്മൾ വിചാരിക്കാറുള്ളത് ഐ എന്ന് പറയുന്നത് റൂട്ട് -1 ആണെന്നാണ് നമ്മൾ എന്ത് ചെയ്യാറുള്ളത്, പറയാറുള്ള മൂല്യം. സോ ഐന് റൂട്ട് -1 എന്ന് കൊടുത്താൽ സോ എങ്ങനെ വരും? റൂട്ട് ഓഫ് 25നെ -1 ഇൻറ്റു 25 എന്ന് എഴുതും നമ്മൾ. -1 ഇൻറ്റു 25 എന്ന് എഴുതും. 25ന് റൂട്ട് എന്നിട്ട് എന്ത് കൊടുക്കും? 25ന് റൂട്ട് നമുക്ക് 5 എന്ന് കൊടുക്കാം. ഈ -1ൻ്റെ റൂട്ടിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഐ. സോ 5i എന്നാണ് നമ്മൾ എന്ത് ചെയ്യാറുള്ളത്, -25ന് റൂട്ട് പറയാറുള്ളത്. സോ എല്ലാ നെഗറ്റീവ് നമ്പേഴ്സിൻ്റെ റൂട്ട് എങ്ങനെയാണോ സാറേ? അതെ. -16 റൂട്ട് പറയുമ്പോഴും നമ്മൾ പറയാം 16 റൂട്ട് നമ്മൾ 4 എന്ന് എഴുതിയിട്ട് മൈനസ് ഇവിടെ വന്നുകൊണ്ട് 4i എന്നാണ് പറയാറുള്ളത്. സോ ഇങ്ങനൊരു നമ്പർ ഈ ലോകത്ത് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. അതുകൊണ്ടാണ് നമ്മളിതിനെ എന്ത് വിളിക്കുന്നത്, ഇമാജിനറി നമ്പർ എന്ന് പറയുന്നത്. ഓക്കെ. സോ ഈ ഇമാജിനറി നമ്പർ ഐ നിങ്ങളടുത്ത് എന്ത് ചെയ്തിട്ടുണ്ട്, ക്വസ്റ്റ്യനായി വന്നിട്ടുണ്ട്. കൂടുതൽ ഇൻട്രൊഡക്ഷൻ്റെ ആവശ്യമില്ല, നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ. സോ ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. ക്വസ്റ്റ്യൻ എങ്ങനെയാണ്, ഐ ഒരു ഇമാജിനറി നമ്പർ ആയാൽ i⁻9ൻ്റെ വില എഴുതുക എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ. അപ്പോൾ ഇതാണ് ഫയർമാൻ ട്രെയിനി 2022 ചോദിച്ചു എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ. സോ നിങ്ങൾക്ക് ഈ i⁻9ൻ്റെ വാല്യൂ കണ്ടെത്താൻ അറിയുമോ? ഐൻ്റെ കുറച്ച് മൂല്യങ്ങൾ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. ഐൻ്റെ മൂല്യങ്ങൾ ഞാൻ ഇവിടെ എഴുതി വെക്കാം. ആദ്യം നിങ്ങൾക്ക് കാണാതെ പഠിക്കാൻ പറ്റുമോ നോക്കിക്കോളൂ. ഐ എന്ന് പറയുന്നത് നമ്മൾ റൂട്ട് -1 എന്നല്ലേ പറഞ്ഞേ. സോ റൂട്ട് -1 നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. പക്ഷേ ഐൻ്റെ വാല്യൂ ചോദിച്ചാൽ ഐ തന്നെ ഉത്തരം പറഞ്ഞാൽ മതി. ഐൻ്റെ സ്ക്വയർ ചോദിക്കുന്ന സമയത്ത് അത് i ഇൻറ്റു i ആയതുകൊണ്ട് റൂട്ട് -1ൻ്റെ മുകളിൽ സ്ക്വയർ വരിക ചെയ്യുക. റൂട്ട് -1ൻ്റെ മുകളിൽ സ്ക്വയർ വന്നാൽ അത് -1 എന്നാണ് ഉത്തരം വരിക. സോ i² എന്ന് പറഞ്ഞാൽ -1, ഐ എന്ന് പറഞ്ഞാൽ ഐ തന്നെ. i³ എന്ന് പറയുമ്പോൾ അത് i ഇൻറ്റു
ഐ സ്ക്വയർ ആയതുകൊണ്ട് ഐ സ്ക്വയർ നമ്മളിപ്പോൾ എന്താണെന്ന് പറഞ്ഞു, -1 പറഞ്ഞു. ഈ ഐ ആയിട്ട് തന്നെ കാണുക. സോ -1 ഇൻറ്റു ഐ എന്ന് പറയുന്നത് അത് -i എന്നാണ് വരിക, -i. i⁴ എന്ന് പറയുന്നത് ഐ സ്ക്വയർ ഇൻറ്റു ഐ സ്ക്വയർ ആയതുകൊണ്ട് ഈ ഐ സ്ക്വയറിൻ്റെ വാല്യൂ -1 ഇതിൻ്റെ ഐ സ്ക്വയറിൻ്റെ വാല്യൂ -1 -1 ഗുണിച്ച് നിങ്ങൾക്ക് എന്താ ഉത്തരം കിട്ടുക, 1 എന്നാണ് കിട്ടുക. സോ ഈ ഓർഡറിൽ പഠിച്ചു വെക്കണം. അപ്പോൾ ഐൻ്റെ വാല്യൂ എന്താണെന്ന് വെച്ചാൽ ഐ തന്നെ പറയും. ഐ സ്ക്വയർ എത്രയാണെന്ന് ചോദിച്ചാൽ നമ്മൾ പറയാറുള്ളത് -1 എന്നുള്ളതാണ്. ഐ ക്യൂബ് ചോദിച്ചാൽ നിങ്ങൾ പറയേണ്ടത് -iയും i⁴ ചോദിച്ചാൽ നിങ്ങൾ പറയേണ്ടത് 1 ഈ രീതിയിൽ ഓർത്ത് വെക്കുക. എഗെയിൻ അടുത്തത് i⁵5 വന്നു കഴിഞ്ഞാൽ ഇതേ ആൻസേഴ്സ് റിപ്പീറ്റ് ചെയ്യാം. i⁵5 എന്ന് പറയുന്നത് വീണ്ടും ഐ തന്നെയാണ് വരിക. i⁻⁴ എന്ന് പറയുന്നത് -1 എന്നാണ് വരിക. സോ അതെന്താ i⁵5 ഐ ആവുന്നതെന്ന് ചോദിച്ചാൽ i⁵5 എന്ന് പറഞ്ഞാൽ i⁴ ഇൻറ്റു ഐ ആണല്ലോ. i⁴ ഇൻറ്റു ഐ. i⁴ എന്താ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, അത് 1. അപ്പോൾ i⁴ പകരം നിങ്ങൾ 1 എന്ന് കൊടുത്താൽ 1 ഇൻറ്റു ഐ എന്ന് പറഞ്ഞാൽ എഗെയിൻ അത് ഐയിലേക്ക് തന്നെയല്ലേ പോകുന്നത്. സോ ഈ നമ്പേഴ്സ് ഇങ്ങനെ 4 കൂടുമ്പോൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ i⁻⁹ വാല്യൂ എന്താണെന്ന് നിങ്ങൾക്ക് ചിന്തിക്കാവുന്നേ ഉള്ളൂ. i⁻⁹ വാല്യൂ എന്തായിരിക്കും അപ്പോൾ i⁻⁴, i⁻⁷, i⁻8, i⁻9 എന്ന് പറയുമ്പോൾ ആൻസർ തന്നെ വരിക ഐ തന്നെ വരിക. സോ നിങ്ങൾക്ക് ഇതിന് ആൻസർ വരിക ഓപ്ഷൻ ബി ഐ എന്നുള്ളതാണ്. ക്ലിയർ ആണോ? സോ ഇത് കണ്ടെത്താൻ നമുക്ക് എന്താണ് ഷോർട്ട് കട്ടിൽ എങ്ങനെ പറയാം? ഷോർട്ട് കട്ടിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഈ തന്നിരിക്കുന്ന ഈ പവറില്ലേ 9, ആ 9നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 9നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 1 4 4 24 8 കഴിഞ്ഞാൽ റിമൈൻഡർ എത്ര കിട്ടുക? ശിഷ്ടം 1 കിട്ടുക. 1 കിട്ടിക്കഴിഞ്ഞാൽ ഈ ഒന്നാമത്തെ വാല്യൂ പറഞ്ഞോളാം. ഓക്കെ, ഇനി നിങ്ങളിവിടെ ഈ പവറിനെ നിങ്ങൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 2 എന്നാണ് ഉത്തരം കിട്ടുന്നുണ്ടെങ്കിൽ ഇതിൽ രണ്ടാമത്തെ വാല്യൂ പറഞ്ഞേക്കുക, ആൻസർ -1 എന്ന് പറയും. 3 ആൻസർ വന്നാൽ അങ്ങനെ അതാത് ഓർഡറിൽ നിങ്ങൾ എന്ത് ചെയ്യുക. അടുത്ത ക്വസ്റ്റ്യൻ ട്രൈ ചെയ്ത് നോക്കുക, മനസ്സിലാവും. i⁻18 എന്നതിൻ്റെ ആൻസർ അപ്പോൾ എന്താ വരിക? i⁻18 18നെ 4 കൊണ്ട് ഹരിച്ചാൽ 4 4 16 വരെ പോയി കഴിഞ്ഞാൽ റിമൈൻഡർ 2 ശിഷ്ടം 2 കിട്ടുക. ശിഷ്ടം 2 വന്നാൽ ഏത് ആൻസർ പറയാം? ശിഷ്ടം 2 കിട്ടിയ i² എന്നാണ് വരുന്നത്. i² ആൻസർ എന്താ വരിക? -1 നമ്മൾ പഠിച്ചത്. സോ നിങ്ങളിതിൻ്റെ ആൻസർ ആയിട്ട് വരിക ഓപ്ഷൻ സി -1. ഓക്കെ ആണോ? ക്ലിയർ അല്ലേ? സോ ഇതാണ് ഫയർമാൻ ട്രെയിനിൽ ചോദിച്ചു എന്ന് പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻ. ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ തന്നെ ചെയ്ത് നോക്കൂ. i⁻23 ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചിട്ട് ഒരു 5 സെക്കൻഡ് വീഡിയോ പോസ് ചെയ്തിട്ടൊന്ന് ആൻസർ കണ്ടെത്തി. ഓക്കെ, നിങ്ങൾ 5 സെക്കൻഡ് പോസ് ചെയ്തിട്ട് നിങ്ങൾ ആൻസർ നോക്കിയെന്ന് വിചാരിക്കുന്നു. സോ നിങ്ങൾക്ക് അത് ആൻസറായി കിട്ടിയേ i³ എന്ന് പറയുന്നത് -i അല്ലേ? ഓപ്ഷൻ എ ആൻസർ A നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. കറക്റ്റാണ് നിങ്ങൾ ചെയ്തിട്ടുണ്ടാവും. എങ്ങനെയായിരിക്കും? 23നെ നിങ്ങൾ 4 കൊണ്ട് ഹരിച്ചു. 23നെ 4 കൊണ്ട് ഹരിച്ചാൽ 5 തവണയാണ് പോവുക അല്ലേ? 23നെ 4 കൊണ്ട് ഹരിച്ചാൽ i4 20 വരെ പോയിട്ടുണ്ടെങ്കിൽ i4 20 വരെ പോയാൽ ശിഷ്ടം എത്ര കിട്ടൂടാ? 3. ഈ ശിഷ്ടം കിട്ടുന്ന 3 നിങ്ങൾ അതേപടി ഇതിൻ്റെ മുകളിൽ എഴുതിയാൽ മതി. അതിൻ്റെ മുകളിൽ 23 എഴുതുന്നതിന് പകരം എന്ത് ചെയ്യുക? ഈ റിമൈൻഡർ 3 എന്നാണ് എഴുതുക. i³ ഞാൻ എത്ര പഠിപ്പിച്ചത് ഫസ്റ്റ് സ്ലൈഡിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലേ? i³ ആയിട്ട് നമ്മൾ പഠിപ്പിച്ചത് -i എന്നുള്ളതാണ്. സോ നിങ്ങൾ ആൻസർ എന്താവും? -i എന്നുള്ളത് വരും. ഓക്കെ ആണോ? ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ ഒന്ന് ചെയ്ത് നോക്കും. അത് നിങ്ങളിതിന് ആൻസർ കമൻറ്റ് ചെയ്യൂ കേട്ടോ. സോ ഇതുപോലെയുള്ള പുതിയ വീഡിയോസായിട്ട് ഇനി കാണാം. താങ്ക് യു.